നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ തീർന്നു. ഇനി നമുക്ക് സെക്കൻഡ് പാർട്ടിൽ പഠിക്കാനുള്ളത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഡെറിവേറ്റീവ്സ് ആൻഡ് ഇൻ്റഗ്രൽസും പിന്നെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനും. ലാപ്ലേസ് ട്രാൻസ്ഫോം വെച്ചിട്ട് എങ്ങനെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാം. അപ്പോൾ ഞാൻ ആ തിയറി പാർട്ട് ആദ്യം നോട്ടങ്ങ് തന്നെന്നുള്ളതേ ഉള്ളൂ. അപ്പം നോട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് വീഡിയോ കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പം നോട്ട് നോക്കണം. വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾ ആ നോട്ട്സ് നോക്കിയിട്ട് വേണം വീഡിയോ കാണാൻ വേണ്ടി. അപ്പം നമുക്ക് ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് ഒരു ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോമും തമ്മിലുള്ള റിലേഷനാണ്. അപ്പോൾ എഫ് ഓഫ് ടി എന്നൊരു ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഡിഫൈൻഡ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ലാപ്ലേസ് ട്രാൻസ്ഫോം എക്സിസ്റ്റ് ചെയ്യാനുള്ള കണ്ടീഷനൊക്കെ നമ്മൾ എക്സിസ്റ്റൻസ് കണ്ടീഷനായിട്ട് നമ്മൾ ഫസ്റ്റ് സെക്ഷനിൽ പഠിച്ചതാണ്. ദെയർ എക്സിസ്റ്റ് കോൺസ്റ്റൻസ് കെ ആൻഡ് എം സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എഫ് ഓഫ് ടി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഇൻറ്റു ഇ റേസ് ടു മൈനസ് കെ ടി ഫോമിൽ നമുക്ക് ഒരെണ്ണം കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ നമ്മൾ പറയും എഫ് ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സപ്പോസ് എഫ് ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, എഫിൻ്റെ ഡെറിവേറ്റീവും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ എഫ് എന്നുള്ള ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഡെറിവേറ്റീവും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഡാഷ് ഓഫ് ടിയുടെ ഫോമുലയാണ് നമ്മളിവിടെ പറയുന്നത്. ഡെറിവേഷൻ ഒന്നും പഠിക്കാനില്ല, ജസ്റ്റ് ഫോമുല പഠിച്ചാൽ മതി. എൽ എഫ് ഡാഷ് ഓഫ് ടി, എഫ് ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോമിന് നമ്മൾ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്നാണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പം എൽ ഓഫ് എഫ് ഡാഷ് ഓഫ് ടി ഇസ് ഈക്വൽ ടു എസ് ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി, എഫ് ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം മൈനസ് എഫ് ഓഫ് സീറോ. അപ്പോൾ എസ് ഇൻറ്റു എൽ എഫ് മൈനസ് എഫ് ഓഫ് സീറോ എന്നുള്ളതാണ് ഫോമുല വരുന്നത്. അപ്പം നമുക്ക് എഫ് ഡാഷ് ഓഫ് ടിയുടെ അറിയാമെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് ടിയുടെ കാണാം, എഫ് ഓഫ് ടിയുടെ അറിയാമെന്നുണ്ടെങ്കിൽ എഫ് ഡാഷ് ഓഫ് ടിയുടെയും കാണാം. അപ്പോൾ ചില പ്രോബ്ലം ഒക്കെ കാണുമ്പോൾ നമുക്ക് ഡെറിവേറ്റീവിൻ്റെ കണ്ടുപിടിക്കാനായിരിക്കും എളുപ്പം. അപ്പോൾ സപ്പോസ് ടി സൈൻ ടി, ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ പറയുന്നുള്ളൂ, ടി സൈൻ 80 ഫോമിലുള്ള ഫംഗ്ഷൻ എന്ന് വിചാരിക്കാം. അപ്പോൾ സൈൻ 80യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് നമുക്കറിയാം, പക്ഷെ ടി സൈൻ 80യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്ക് അറിയത്തില്ല. അപ്പം ടി സൈൻ 80യുടെ കാണാൻ വേണ്ടി നമ്മൾ അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഒരു സൈഡിൽ നമുക്ക് സൈൻ 80, പിന്നെ അത് ഡെറിവേറ്റീവ് എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ കുറച്ചും അത് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ചിലപ്പം ഡെറിവേറ്റീവിൻ്റെ കണ്ടുപിടിക്കാനായിരിക്കും എളുപ്പം. അപ്പം നമുക്ക് മറ്റേ രീതിയിൽ ചെയ്ത് ആ ഫോമിലേക്കകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് എഫ് ഓഫ് ടിയുടെ അങ്ങനെ വേണമെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ലാപ്ലേസ് ട്രാൻസ്ഫോം മെയിനായിട്ട് ഓർക്കേണ്ട ഫോമുല എഫ് ഡാഷിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എസ് ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് മൈനസ് എഫ് ഓഫ് സീറോ. അത് ഫസ്റ്റ് ഡെറിവേറ്റീവിന്റെ കേസാണ്. അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് നമ്മൾ ഈ ഫോമുല അപ്ലൈ ചെയ്യുവാണെങ്കിൽ അപ്പോൾ എഫ് ഡബിൾ ഡാഷിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കാണാൻ വേണ്ടി നമുക്ക് എൽ എഫ് ഡബിൾ ഡാഷ്, അപ്പോൾ മറ്റേ ഫോമുല അനുസരിച്ച് അത് എന്താ വരുന്നത്, എസ് ഇൻറ്റു എൽ എഫ് ഡാഷ് മൈനസ് എഫ് ഡാഷ് ഓഫ് സീറോ ആണ് വരുന്നത്. അപ്പോൾ എഫ് ഡാഷിന് പിന്നെ നമ്മൾ ഫോമുല എൽ എഫ് ഡാഷിന് നമ്മൾ പിന്നെയും ആദ്യത്തെ ഫോമുല അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്കത് എസ് സ്ക്വയർ എൽ ഓഫ് എഫ് മൈനസ് എസ് ഇൻറ്റു എഫ് ഓഫ് സീറോ മൈനസ് എഫ് ഡാഷ് ഓഫ് സീറോ എന്നുള്ള വാല്യൂ കിട്ടും. അതേപോലെ നമുക്ക് തേർഡ് ഡെറിവേറ്റീവിൻ്റെയും കാണാൻ പറ്റും. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ട്രിപ്പിൾ ഡാഷ് ഇസ് ഈക്വൽ ടു എസ് ക്യൂബ് ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് മൈനസ് എസ് സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് സീറോ മൈനസ് എസ് ഇൻറ്റു എഫ് ഡാഷ് ഓഫ് സീറോ മൈനസ് എഫ് ഡബിൾ ഡാഷ് ഓഫ് സീറോ. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് ഇതിൻ്റെ എല്ലാ ഡെറിവേറ്റീവുകളും എക്സിസ്റ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇൻ ജനറലി എന്ത് ഡെറിവേറ്റീവിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കാണാൻ വേണ്ടി ഈ ഫോമുലയെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആ എന്ത് ഡെറിവേറ്റീവിൻ്റെ ഫോമുല പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതിൻ്റെ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് എൻ എന്ന് പറയുമ്പോൾ എന്ത് ഡെറിവേറ്റീവ് ഓഫ് എഫ് ആണ്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എന്ത് ഡെറിവേറ്റീവ് ഓഫ് എഫ് ഇസ് ഈക്വൽ ടു എസ് റേസ് ടു എൻ ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് മൈനസ് എസിന്റെ പവർ കുറഞ്ഞാണ് വരുന്നത്, എഫിന്റെ ഡെറിവേറ്റീവ്സിന്റെ പവർ കൂടിയാണ് വരുന്നത്. അത് അങ്ങനെ ഓർത്തിരുന്നാൽ മതി. എസിന്റെ പവർ കുറഞ്ഞു വരുന്നു, എഫിന്റെ ഡെറിവേറ്റീവ്സിന്റെ പവർ കൂടി വരുന്നു. അപ്പം എൽ എഫ് എൻ എന്ന് പറയുന്നത് എസ് റേസ് ടു എൻ ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് മൈനസ് എസിന്റെ പവർ 1 കുറയുമ്പോൾ എസ് എൻ മൈനസ് 1 ഇൻറ്റു എഫ് ഓഫ് സീറോ മൈനസ് എസ് എൻ മൈനസ് 2 ഇൻറ്റു എഫ് ഡാഷ് ഓഫ് സീറോ. അടുത്ത് എന്തായിരിക്കും, എസ് എൻ മൈനസ് 3 ഇൻറ്റു എഫ് ഡബിൾ ഡാഷ് ഓഫ് സീറോ. അങ്ങനെ പോയി ലാസ്റ്റ് എഫ് ഓഫ് എൻ മൈനസ് 1 ഡെറിവേറ്റീവ് അറ്റ് സീറോ. അതാണ് ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ ഫോമുലയായിട്ട് വരുന്നത്. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് ദി എന്ത് ഡെറിവേറ്റീവ് ഓഫ് എഫിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്ന ഫോമുലയാണ് തന്നേക്കുന്നത്. ആ ഫോമുല കാണാതെ പഠിക്കണം. ഫോമുല ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റത്തുള്ളൂ.
അപ്പം ഡെറിവേറ്റീവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെയാണ് വരുന്നത്. അതിന് മുമ്പ് ഞാൻ ഇൻ്റഗ്രേഷൻ്റെയും കൂടെ പറയുവാണ്. അപ്പം നമുക്ക് എഫ് ഓഫ് ടി എന്നുള്ള ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് എങ്കിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇൻ്റഗ്രൽ 0 to t എഫ് എന്ന് പറയുമ്പോൾ എഫ് അവിടെ ടോയാണ് നമ്മൾ എടുത്തേക്കുന്നത്. കാരണം ഇത്രേ ഉള്ളൂ, റേഞ്ച് 0 to t ആയതുകൊണ്ട് നമ്മൾ എഫ് ഓഫ് ടി ഡി ടി എടുത്ത് ബുദ്ധിമുട്ട് വരും. ആ ടീം മറ്റേ ടീം കൂടെ കൺഫ്യൂഷൻ വരുന്നത് കൊണ്ട് നമ്മൾ ഇൻ്റഗ്രൽ 0 to t ആയതുകൊണ്ട് ഫംഗ്ഷൻ ടോ എന്നെടുത്തുന്നുള്ളത് എഫ് ഓഫ് ടോ, ടിക്ക് പകരം വേറൊരു വേരിയബിൾ ടോ എടുത്തുള്ളൂ. അപ്പം എഫ് ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എഫ് ഓഫ് എസ് ആണെന്ന് നമുക്കറിയാമെങ്കിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇൻ്റഗ്രൽ 0 to t എഫ് ഓഫ് ടോ, അതേ സെയിം ഫംഗ്ഷന്റെ ഇന്റഗ്രലിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്ന ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ബൈ എസ് ആണ് വരുന്നത്. 1/s ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ആണ് വരുന്നത്. അപ്പം ഓർക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ, ഡിഫറൻസിയേഷൻ ചെയ്തപ്പോൾ നമ്മൾ എസ് ഇൻറ്റു അങ്ങനെയല്ലേ വന്നത്, എൽ എഫ് ഡാഷ് ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുമ്പോൾ എസ് ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് മൈനസ് എഫ് ഓഫ് 0 വന്നു. ഡിഫറൻസിയേഷൻ ആയിരുന്നപ്പം എസ് ഇൻറ്റു ചെയ്തു, ഇന്റഗ്രേഷൻ വന്നപ്പം 1/s ചെയ്തു. അത്രേ ഉള്ളൂ ഡിഫറൻസ്. ഡിഫറൻസിയേഷൻ ആകുമ്പോൾ നമ്മൾ എസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, ഇന്റഗ്രേഷൻ ആയപ്പോൾ എസ് വെച്ച് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇന്റഗ്രൽ 0 to t എഫ് ഓഫ് ടോ ഡി ടോ ഈസ് ഈക്വൽ ടു 1/s ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി എന്ന് വരും. അല്ലെങ്കിൽ അത് എഫ് ഓഫ് എസ് നമുക്ക് 1/s ഇൻറ്റു എഫ് ഓഫ് എസ്. ഇനി തിരിച്ച് നമുക്ക് വേണമെങ്കിൽ പറയാം, ഇൻവേഴ്സ് ആയിട്ട് വേണമെങ്കിൽ പറയാം. അപ്പൊ നമുക്ക് 1/s വരുന്നതിന്റെ ഒക്കെ ഇൻവേഴ്സ് എടുക്കുമ്പോഴത്തേക്ക് അത് ഇന്റഗ്രലിന്റെ ആയിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റും. അപ്പൊ എൽ ഇൻവേഴ്സ് ഓഫ് 1/s, അപ്പൊ നമുക്ക് എൽ ഇൻവേഴ്സ് രണ്ട് സൈഡിലും എടുക്കുവാണെങ്കിൽ എൽ ഇൻവേഴ്സ് ഓഫ് 1/s എഫ് ഓഫ് എസ് എന്ന് പറയുന്നത് ഇന്റഗ്രൽ 0 to t എഫ് ഓഫ് ടോ ഡി ടോ ആണ് പറയാൻ പറ്റും. ഇനി നമുക്കുള്ളത് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷനാണ്. ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ മെയിൻ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു നിങ്ങൾ സെക്കൻഡ് സെമ്മിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫസ്റ്റ് സെമ്മിൽ പഠിക്കണം അല്ലേ? നിങ്ങൾക്ക് ഫസ്റ്റ് സെമ്മിൽ തന്നെ നമുക്ക് സെക്കൻഡ് സെമ്മിൽ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ പഠിച്ചാൽ, അപ്പൊ ഡിഫറൻഷ്യൽ ഇക്വേഷൻ രണ്ട് രീതിയിലുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ പഠിച്ചു. സാധാ ഡിഫറൻഷ്യൽ ഇക്വേഷനും പഠിച്ചു, പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനും പഠിച്ചു. അതിനെയൊക്കെ പല രീതിയിൽ സൊല്യൂഷനും പഠിച്ചിട്ടുണ്ട്. പക്ഷെ ചില പ്രോബ്ലം ഒക്കെ നമുക്ക് ഈ ഹോമോജീനിയസ് ഇക്വേഷനും അങ്ങനത്തെ ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ അത് സോൾവ് ചെയ്യാനുള്ള മെത്തേഡ്സും പഠിച്ചിട്ടുണ്ട്. പക്ഷെ ചില ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഒക്കെ നമുക്ക് വേറെ രീതിയിലും സോൾവ് ചെയ്യാം. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം വെച്ചിട്ട് എങ്ങനെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനെ സോൾവ് ചെയ്യാം? ഒരു സെക്കൻഡ് ഓർഡർ ലാപ്ലേസ്, നമുക്കൊരു സെക്കൻഡ് ഓർഡർ ആണ് ഇവിടെ തന്നേക്കുന്നത്. സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇനിഷ്യൽ കണ്ടീഷൻ തന്നിട്ടുണ്ട്. അതായത് y ഡബിൾ ഡാഷ് പ്ലസ് എ വൈ ഡാഷ് പ്ലസ് ബി വൈ ഈക്വൽ ടു എ ഫംഗ്ഷൻ ഓഫ് ടി. എന്നിട്ട് ഇനിഷ്യൽ കണ്ടീഷൻ ആണ് തന്നേക്കുന്നത്. വൈയുടെ വാല്യൂ അറ്റ് 0 എന്ന് പറയുന്നത് k0 ആണ്. വൈ ഡാഷ് ഓഫ് 0 ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് വൈയുടെ അറ്റ് 0 എന്ന് പറയുന്നത് k1 ആണ്. k0യും k1ഉം ഇനിഷ്യൽ വാല്യൂസ് തന്നിട്ടുണ്ട്. y0യുടെ വാല്യൂ വൈ ഡാഷ് ഓഫ് 0യുടെ വാല്യൂസും തന്നിട്ടുണ്ട്. അപ്പോൾ y ഡബിൾ ഡാഷ് പ്ലസ് എ വൈ ഡാഷ് പ്ലസ് ബി വൈ ഈക്വൽ ടു ആർ ടി എന്നുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ ലാപ്ലേസ് ട്രാൻസ്ഫോം വെച്ചിട്ട് എങ്ങനെ സോൾവ് ചെയ്യാം? അപ്പോൾ സിമ്പിൾ ആയിട്ട് ആ തിയറി മുഴുവൻ വായിച്ചു നോക്കേണ്ട കാര്യമൊന്നുമില്ല. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് എന്നാന്ന് വെച്ചാൽ നമ്മൾ ആ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കും. രണ്ട് സൈഡിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കും. അപ്പോൾ എന്ത് വരും? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് y ഡബിൾ ഡാഷ് പ്ലസ് എ വൈ ഡാഷ് പ്ലസ് ബി വൈ ഇസ് ഈക്വൽ ടു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ആർ ഓഫ് ടി എന്ന് വരും. അപ്പൊ ഇനി നമുക്ക് അതിന്റെ ലീനിയാരിറ്റി പ്രോപ്പർട്ടി വെച്ചിട്ട് ലെഫ്റ്റ് സൈഡിനെ മൂന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ മേലെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് y ഡബിൾ ഡാഷ് പ്ലസ് എ ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് y ഡാഷ് പ്ലസ് ബി ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് y എന്ന് വരും. അപ്പൊ നമുക്ക് എന്ത് വരും? ആദ്യത്തെ ടേം എന്ന് പറയുന്നത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് y ഡബിൾ ഡാഷ്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് y ഡബിൾ ഡാഷിന്റെ ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. എക്സ് സ്ക്വയർ ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് y മൈനസ് എസ് ഇൻറ്റു y ഓഫ് 0 മൈനസ് y ഡാഷ് ഓഫ് 0. അപ്പൊ നമ്മൾ y ഡബിൾ ഡാഷിന് പകരം y ഡബിൾ ഡാഷിന് പകരം ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എസ് സ്ക്വയർ ഇൻറ്റു y, ക്യാപിറ്റൽ y ആണ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് കാണിക്കാൻ വേണ്ടി, മൈനസ് എസ് ഇൻറ്റു y ഓഫ് 0 മൈനസ് y ഡാഷ് ഓഫ് 0. അടുത്ത ടേം എന്ന് പറയുന്നത് a ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് y ഡാഷ് ആണ്. അപ്പൊ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് y ഡാഷ് ഫോർമുല അനുസരിച്ച് എസ് ഇൻറ്റു y മൈനസ് y ഓഫ് 0 എന്ന് വരും. അതാണ് അടുത്ത് എഴുതിയിരിക്കുന്നത് a ഇൻറ്റു എസ് വൈ മൈനസ് y0. ആ y മാത്രമായിട്ട് എഴുതുമ്പോൾ ക്യാപിറ്റൽ y ആണ്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സ്മോൾ y കാണിക്കാൻ വേണ്ടിയാണ് ക്യാപിറ്റൽ y യൂസ് ചെയ്തത്. പ്ലസ് b ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സ്മോൾ y എന്ന് പറയുമ്പോൾ അത് ക്യാപിറ്റൽ y ആയിട്ട് മാറി. ഈസ് ഈക്വൽ ടു ആർ ഓഫ്
ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം അതിന് നമ്മൾ ക്യാപിറ്റൽ ആർ ഓഫ് എസ് എന്ന് എടുത്തു. എന്നിട്ട് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് എന്നാൽ ക്യാപിറ്റൽ വൈ ടേം, അതായത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് വൈ ആണ് നമ്മൾ ക്യാപിറ്റൽ വൈ എന്ന് വിളിക്കുന്നത്. എന്നിട്ട് നമ്മൾ ചെയ്യുന്ന ആ വൈ ടേമുകളെല്ലാം ഒരു സൈഡിലും, ബാക്കി പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമുക്കൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ആ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ രണ്ട് സൈഡിലും നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുന്നു. എന്നിട്ട് ക്യാപിറ്റൽ വൈ ടേമുകൾ, അതായത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് വൈ എന്ന് പറഞ്ഞ സാധനം മൊത്തം അങ്ങനെ വരുന്ന ടേമുകളെല്ലാം ഒരു സൈഡിലും ബാക്കി ടേമുകളെല്ലാം കൂടെ മറ്റേ സൈഡിലോട്ടും കൊണ്ടുപോയി. എന്നിട്ട് സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ ആ വൈയുടെ കൂടത്തിൽ വരുന്ന ടേം വെച്ച് ഡിവൈഡ് ചെയ്യുക. ഇപ്പൊ ഇവിടുത്തെ കേസിൽ വന്നേക്കുന്നത് എസ് സ്ക്വയർ പ്ലസ് എ എസ് പ്ലസ് ബി ആണ് വന്നേക്കുന്നത്. അതിന് നമ്മൾ ക്യൂ ഓഫ് എസ് എന്ന് വിളിക്കുവാണ് എങ്കിൽ ആ ക്യൂ ഓഫ് അതിന്റെ റെസിപ്രോക്കലിൽ നമ്മൾ ക്യൂ അതായത് ബൈ ഡിവൈഡ് ചെയ്യുവാണല്ലോ. അപ്പം നമ്മൾ അതിന്റെ 1 ബൈ എസ് സ്ക്വയർ പ്ലസ് എ എസ് പ്ലസ് ബി എ അത് ക്യൂ ഓഫ് എസ് എന്ന് വിളിക്കുവാണെങ്കിൽ നമുക്ക് വൈ ഈസ് ഈക്വൽ ടു എസ് പ്ലസ് എ ഇൻറ്റു വൈ 0 പ്ലസ് വൈ ഡാഷ് ഓഫ് 0 പ്ലസ് ആർ ഓഫ് എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ എസ് പ്ലസ് ബി അല്ലേ വരുന്നത്. അപ്പൊ അതിന് പകരം നമുക്ക് ഇൻറ്റു ക്യൂ ഓഫ് എക്സ് എന്ന് എടുക്കാൻ പറ്റും. അതാണ് അവിടെ 7th ഇക്വേഷൻ ആയിട്ട് എഴുതിയത്. അപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രോസസ് ഇത്രോ. പിന്നെ അതൊരു പർട്ടിക്കുലർ കേസ് ആണ് ആ സ്റ്റെപ്പ് തന്നേക്കുന്നത്. നമ്മൾ വൈ ഈക്വൽ ടു ആർ ക്യൂ, വൈ ഓഫ് 0യും വൈയുടെ ഇനിഷ്യൽ വാല്യൂസ് രണ്ടും 0 ആണെങ്കിൽ നമുക്ക് വൈ ഇസ് ഈക്വൽ ടു ആർ ക്യൂ ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞേക്കാം. അത് നിങ്ങൾ മൈൻഡ് ചെയ്യേ വേണ്ട, അത് സ്പെഷ്യൽ കേസാണ്. നമ്മൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ഇത്ര ഓർത്തിരുന്നാൽ മതി. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം വെച്ചിട്ട് അത് സോൾവ് ചെയ്യാൻ പറയുവാണെങ്കിൽ നമുക്ക് രണ്ട് സൈഡിലും ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുക. രണ്ട് സൈഡിലും ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്തിട്ട് ക്യാപിറ്റൽ വൈ ടേമുകളെല്ലാം കൂടെ ഒരു സൈഡിലും ബാക്കിയുള്ളതെല്ലാം കൂടെ മറ്റേ സൈഡിലോട്ട് കൊണ്ടുപോകും. എന്നിട്ട് വൈയുടെ കോയിഫിഷ്യന്റുകളെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ക്യാപിറ്റൽ വൈ ഈസ് ഈക്വൽ ടു സം ഫംഗ്ഷൻ ഓഫ് എസ് കിട്ടും. അപ്പൊ നമുക്ക് ആ വൈ എന്താന്ന്, അത് വൈ എന്ന് പറയുന്നത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ആണ്. നമുക്ക് വൈ ആണ്. അപ്പൊ ആ വൈ വൈ ആണല്ലോ നമുക്ക് വൈ ഡബിൾ ഡാഷ് ഈസി ഫോമിൽ വന്നേക്കുമ്പോൾ നമുക്ക് ആ വൈ എന്താന്നുള്ളതാണ് കണ്ടുപിടിക്കുക. ഡിഫറൻഷിയേഷൻ സൊല്യൂഷൻ എന്ന് പറയുന്നത് വൈ ഈസ് ഈക്വൽ ടു ഫോമിലാണല്ലോ വരുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് ആ സ്മോൾ വൈ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമുക്ക് എൽ ഓഫ് വൈ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഓഫ് എസ് ആയിട്ട് കിടക്കും. അപ്പൊ വൈ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, എൽ ഇൻവേഴ്സ് ചെയ്യണം അല്ലേ. അപ്പൊ നമ്മൾ ക്യാപിറ്റൽ വൈ എന്ന് പറയുന്നത് എൽ ഓഫ് വൈ ആണ്. എൽ ഓഫ് വൈ ഈക്വൽ ടു ദിസ് കിട്ടി. അപ്പൊ നമുക്ക് സ്മോൾ വൈ കിട്ടാൻ വേണ്ടി നമ്മൾ ഇൻവേഴ്സ് എടുക്കണം. അപ്പൊ ഇൻവേഴ്സ് എടുക്കാൻ വേണ്ടി നമ്മൾ തന്നിരിക്കുന്ന ഫംഗ്ഷനെ പാർഷ്യൽ ഫ്രാക്ഷനോട്ടൊക്കെ കൺവേർട്ട് ചെയ്തിട്ട് അത് കണ്ടുപിടിക്കുക എന്നുള്ളതേ ഉള്ളൂ. അത് നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ലാപ്ലേസ് ട്രാൻസ്ഫോം വെച്ചിട്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറയുവാണ്. ക്വസ്റ്റ്യൻ എക്സാമിന് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അതിപ്പോൾ ഓർത്തത് പവർ സീരീസ് മെത്തേഡിൽ നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നുണ്ട്. അപ്പം എക്സാമിന് ഏത് മെത്തേഡ്, കാരണം നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പവർ സീരീസ് മെത്തേഡ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ പവർ സീരീസ് മെത്തേഡ് ആണോ ലാപ്ലേസ് ട്രാൻസ്ഫോം മെത്തേഡ് ആണോ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് നോക്കിയിട്ട് വേണം. പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും ചെയ്യാം. സോൾവ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ മാത്രമാണെങ്കിൽ പവർ സീരീസ് മെത്തേഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ ചോദിച്ചിട്ട് പവർ സീരീസ് മെത്തേഡ് ചെയ്യുമ്പോൾ പവർ സീരീസ് മെത്തേഡ് ചോദിച്ചിട്ട് ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ ചെയ്താൽ മാർക്ക് കിട്ടത്തില്ല. അപ്പൊ ലാപ്ലേസ് ട്രാൻസ്ഫോം വെച്ചിട്ട് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ സപ്പോസ് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അപ്പോൾ വൈ സ്മോൾ വൈ ഡബിൾ ഡാഷിലാണ് നമുക്ക് കിടക്കുക, അല്ലെങ്കിൽ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഫോമിലാണ് കിടക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ രണ്ട് സൈഡിലും ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുന്നു. എന്നിട്ട് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് വൈ വരുന്ന ടേമുകളെല്ലാം ഒരു സൈഡിലും ബാക്കിയുള്ളതിനെല്ലാം റൈറ്റ് സൈഡിലോട്ടും കൊണ്ടുപോയി. എന്നിട്ട് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് വൈ ഈസ് ഈക്വൽ ടു ഒരു ഫംഗ്ഷൻ ഓഫ് എസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇൻവേഴ്സ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കും. അപ്പൊ നമുക്ക് ആൻസർ വൈയുടെ ടേംസ് കിട്ടും. ഇതാണ് ചെയ്യുന്ന പ്രോസസ്സ്. ഇനി നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം. അപ്പം കുറച്ചും കൂടെ ക്ലിയർ ആവും.